ഒന്നുമല്ല, വേറെ ഷോ, പട്ടി ഷോ. വിഷുവിന്റെ അന്ന് വൈകുന്നേരത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചാണ് പുള്ളിക്കാരനെ. ഇന്നെങ്കിലും ഇതിനെ എടുത്തില്ലെങ്കിൽ അമ്മയടുത്ത് ദൂരെ കളയും. പുളിച്ചു വാങ്ങാന്ന് അറിയപ്പെടുന്ന ഈ സാധനം ഫ്രിഡ്ജിനകത്ത് എടുത്ത് കയറ്റിട്ട് ഇപ്പൊ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പാലിനും തൈരിനും മീൻകറിക്കും എല്ലാം ഒരേ മണോ ഒരേ ടേസ്റ്റ്. ഒടുക്കത്തെ മണം കാരണം വീടിനകത്തും ഇരിക്കാൻ വയ്യ, പുറത്തും നടക്കാൻ വയ്യ. എന്തായാലും ഇവനെ ഇന്ന് തട്ടിക്കളയാം. വീട്ടിൽ പുളിശ്ശേരി കഴിക്കുന്ന 3 പേരെ ഉള്ളെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത്ര ഉണ്ടായില്ലെങ്കിൽ ലാസ്റ്റിൽ മുടിഞ്ഞ അടിയാവും. അങ്ങ് കവറിൽ നിന്ന് എടുത്തപ്പോഴും 4 എണ്ണം ഒറ്റരിപ്പിടി തട്ടിയവനാണ് ദേ പിന്നെയും കൈ കാണിച്ച് താന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്തായാലും വേണ്ട ലെവന് കൊടുക്കണം. എന്നാൽ പിന്നെ ഒരെണ്ണം ഞാനും കൂടെ കഴിക്കുക. ഇല്ലെങ്കിൽ അവൻ എന്തായാലും റാഞ്ചിക്കൊണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. മാങ്ങ എടുത്ത് കടിച്ചപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള മറ്റേ ചേട്ടൻ പറയുന്ന പോലെ മുതുക്ക് മണവും മുതുക്ക് ടേസ്റ്റും. എൻ്റെ അമ്പോ, പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സാധനം തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ എരിപ്പിന് ഒരു 100 എണ്ണം തിന്നും. ഇപ്പോൾ എന്തിനാണ് ഈ മാങ്ങ എടുത്ത് വെച്ച് കൈ പിടിച്ച് വെച്ച് ആട്ടിക്കൊണ്ടിരിക്കണില്ല? അതാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞു. ചില സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ 2 ആട്ടിലും കണ്ണുരുട്ടിലും എനിക്ക് മസ്റ്റാണ്. മാങ്ങ എടുത്തപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തില്ല. കാര്യം പറഞ്ഞു തന്നപ്പോൾ ഒരു 4-5 എണ്ണം കുറഞ്ഞോന്നൊരു സംശയം. അടുത്ത പരിപാടി എടുത്തു വെച്ചിരിക്കുന്ന ഓരോ മാങ്ങയും വസ്ത്രാക്ഷേപം നടത്തി ദേണ്ട ഇങ്ങനെ തൊലികൾ ഓരോന്നോരോന്നായിട്ട് ഉരിഞ്ഞുരിഞ്ഞെടുക്കാം. മാങ്ങ തൊലി ഉരിഞ്ഞെടുത്തോണ്ടിരുന്നപ്പോഴേ അമ്മ വന്ന് വാണിംഗ് തന്നു, എടുക്കുന്ന മാങ്ങയെല്ലാം പ്ലേറ്റിൽ തന്നെ വേണം, അല്ലാതെ നിന്റെ മുട്ടക്കാട്ട വയറിനകത്തോട്ട് പോരുന്നു. ഒരു തടസ്സമില്ലാതെ മാങ്ങ എങ്ങനെ ഇരിക്കണമെന്ന് ആർക്കായാലും ഒന്നെടുത്ത് വിഴുങ്ങാൻ തോന്നും. എനിക്ക് അതൊക്കെ തോന്നിയിട്ടുള്ളൂ. അടുത്ത് വേണ്ട മാങ്ങയുടെ മണം പിടിച്ച് അമ്മൂമ്മയും കൊച്ചുമോളും വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് അവളുടെ കൈയിൽ കൊടുത്തെങ്കിലും നൈസായിട്ട് പിന്നീട് അടിച്ചു മാറ്റാനായിരുന്നു എന്റെ മനസ്സിൽ. എന്റെ സകലമാന പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് അവളെ കയ്യിലുള്ള നവരസങ്ങളും പിന്നെ അപ്പുറത്ത് പറഞ്ഞ കടമാച്ചനും കൂടെ വാരി വിതറി ഇട്ടുകൊണ്ട് അവളെ മാങ്ങ മുഴുവനും കഴിച്ചു തീർത്ത് ഗൈസ്. അങ്ങനെ പവനായി എന്ന ഞാൻ പിന്നെ ശവമായി. മാങ്ങകളെല്ലാം പ്ലേറ്റിൽ കൃത്യമായിട്ടുണ്ട്. എനിക്ക് ഇത്രയും ക്ഷമ എങ്ങനെ കിട്ടി എന്റെ ദൈവമേ. അടുത്ത പരിപാടി കിലോ 85 രൂപയാണെന്ന് പറഞ്ഞ് മാറിക്കിടന്ന തേങ്ങയെ ഒന്നും നോക്കാതെ തിരുമിയെടുക്കാം. തേങ്ങ തിരുമുന്നതിന്റെ സ്പീഡ് കുറച്ചില്ലെങ്കിൽ കൈ ചിലപ്പോൾ JCB മാന്തി പോലെ ആവുമെന്ന് അമ്മ. തേങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വില ആയതുകൊണ്ടും പ്രത്യേകിച്ച് വീട്ടിലാർക്കും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും തേങ്ങ കുറച്ചെടുത്താൽ മതി. കാന്താരി, കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കാം. കറണ്ട് ഉണ്ട് ബാ. സ്ഥിരമായി കൃത്യസമയത്ത് തന്നെ കറണ്ട് പോയി സഹായിക്കുന്ന KCB മാവന്മാർ ഇന്ന് പണിയൊന്നും തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അരച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. രാമായണക്കാറ്റേ അങ്ങനെ അമ്മയുടെ വായിരിക്കുന്ന തെറി മുഴുവനും ഒന്നുപോലും മിസ്സാക്കാതെ കേട്ടുകൊണ്ട് ഞാൻ എല്ലാം അരച്ചെടുത്തിക്കുകയാണ് ഗൈസ്, അരച്ചെടുത്തിക്കുകയാണ്. ഫ്രിഡ്ജിന്റെ പുറകിലത്തെ കുടൽമാലയ്ക്ക് അകത്ത് വരെ തേങ്ങയുടെ പീരരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കും? അവിടെ തന്നെ ഒരു കസാര ഇട്ട് താമസം അയക്കുമോന്ന് അമ്മ. അടുത്ത പരിപാടിയായ തൈര് കടയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ വീട്ടിൽ പശുവുണ്ട്, ഞാൻ തൈര് കടഞ്ഞാണ് എടുക്കുന്നതല്ലേ. ഒന്നുമല്ല, വേറെ ഷോ, പട്ടി ഷോ. സാധാരണ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം കണ്ടുണ്ട്. അപ്പം ഞാനും വിചാരിച്ച് ഞാൻ ഈ സാധനം വെച്ചൊന്ന് ചെയ്ത് നോക്കാമെന്ന്. സാധനം കൊള്ളാം. ഇച്ചിരി കാന്താരിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സംഭാരം കൂടെ അടിച്ചാലോ. എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. തീ കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ അടുത്തിരിക്കുന്ന ഒരു വലിയ ചെക്ക. ഇന്നിപ്പോൾ അവിടെ ഇരിക്കട്ടെ, നാളെ അവനെ കൈകാര്യം ചെയ്യും. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്ന മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. അടുപ്പിരിക്കുന്നിടത്ത് ഭയങ്കര വെയിൽ കാരണം ഒന്നും കാണാൻ വയ്യ. പിന്നെ അടുപ്പത്തിരിക്കുന്ന മാങ്ങ തിളയ്ക്കുമ്പോൾ വെറുതെ സ്പൂൺ ഇട്ട് 2 ഇളക്കിളക്കിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിസ്റ്റർ, നിങ്ങൾ ഉണ്ടാക്കുന്ന പായസമല്ല പുളിശ്ശേരി ആണെന്നാണെങ്കിൽ പുളിശ്ശേരിക്ക് പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. പിന്നെ അതിനകത്തേക്ക് പോരാളിയുടെ വായിൽ നിന്ന് നമ്മളെ തെറിയേൽപ്പിച്ച അരച്ചു തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. പാചകം ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉപ്പും പുളിയും മധുരം ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അതൊരു ആചാരമാണ്. ഇതിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആക്രാന്തം എന്നാണ് പറയുന്നതെന്ന് അച്ഛൻ. ഇനി അതിനകത്തേക്ക് അന്തർജനം ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അങ്ങോട്ട് ചേർക്കുക. പിന്നെ അടുപ്പയിൽ നിറക്കി മാറ്റി വെച്ചു, അല്ലെങ്കിൽ പിരിഞ്ഞ് പണ്ടാൽ തുടങ്ങും. ഇനിയാണ് കടുക് വറ. ഈ പുളിശ്ശേരിയിലും ചമ്മന്തിയിലും സാമ്പാറിലും ഒക്കെ ഈ കടുക് താളിച്ചൊഴിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. വല്ലാത്തൊരു മനസ്സുഖം. ഇപ്പൊ ഈ പുളിശ്ശേരി എന്ന് വരുന്ന ഒരു മണം ഉണ്ടല്ലോ, എന്റെ അമ്മോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആക്രാന്തം കൂടുതലില്ലാത്തവരാണെങ്കിൽ പുളിശ്ശേരി കടുക് വറുത്ത് കഴിഞ്ഞാൽ അടച്ച് ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. എനിക്ക് പിന്നെ അത്രയ്ക്ക് വലിയ ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്ത് 2 ഇളക്കിളക്കി എല്ലായിടത്തും മിക്സ് ചെയ്തു. പുളിശ്ശേരി കണ്ട ആക്രാന്തത്തിൽ ഇങ്ങനെ എടുത്ത് വിഴുങ്ങി കഴിഞ്ഞാൽ അണ്ണാക്കൊരു പൊള്ളി പോകും. ഇനി നല്ല വെള്ളയരി ചോറില് ഈ പുളിശ്ശേരിയും കൂട്ടി അങ്ങോട്ട് കഴിക്കണം. മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ കൂടെ വേറെ കറികളൊന്നും പാടില്ല കേട്ടോ. സൂപ്പർ മക്കളെ, സൂപ്പർ. ചൂട്. ഈ മാങ്ങ എങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ എങ്ങനെ ചോറും. നല്ല മത്തി വറുത്തങ്ങളുണ്ടെങ്കിൽ പൊളിച്ച്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ.